ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു അടിപൊളി സോപ്പായിട്ട് തോന്നല്ല. എന്തൊരു സംഭവം വെച്ചാൽ ഇന്ന് ഷിയ ബട്ടറാണ്. കട്ട് ചെയ്തെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊന്നും കാണിക്കുന്ന പോലെ കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നുള്ളത് അറിയാം. സമയം അത് കളഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു അരക്കിലോ എടുത്തിട്ടുണ്ട് ബേസ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ്, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അതുപോലെ ഇന്ന് ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് അറിയാം. പ്രത്യേക സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയ ബട്ടറിൽ നമ്മൾ കോഫിയുടെ സ്മെല്ലും കോഫിയുടെ എക്സ്ട്രാക്റ്റും കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഷിയ ബട്ടർ ഉണ്ടാകുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ കളറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഗ്ലിസറിനാണ്, വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല, എത്ര ചേർക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് എടുക്കാം. ഇന്ന് കേട്ടോ. അപ്പോൾ അതിനൊരു സ്റ്റവ് ഓൺ ചെയ്ത് ഞാൻ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും സോപ്പ് ഉണ്ടാക്കുക, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കുക പരമാവധി. ഇതുപോലെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, വെള്ളം തിളച്ച് മേത്തേക്ക് ആവാണ്ട് നോക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കുക, പരമാവധി സേഫായിട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. എന്താ പറയുക, ഇതൊക്കെ മെൽറ്റായി വരട്ടെട്ടാ. അപ്പോൾ പിന്നെ എന്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ബേസ്, മോൾഡ്, പെർഫ്യൂംസ്, കളറ്, എന്തൊക്കെയാണ് ബേസുകൾ, ഷിയ ബട്ടർ, ചാർക്കോള്, അതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റുകളൊന്നും നമുക്ക് ചെയ്യുന്നില്ല, എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അല്ലേ, പിന്നെ അതിൻ്റെ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഇന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, ഒരു ബീക്കർ വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ 3 ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് 1 ലിറ്ററിൻ്റെയാണ് ഈ സാധനം. ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 1 ലിറ്ററിൻ്റെ ബീക്കർ കേട്ടോ. ഇതിൽ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് 1 ലിറ്ററിൻ്റെ, കണ്ടില്ലേ, ഫുൾ മെഷർമെൻറ്റ്. അതുപോലെ ഇത് 1,500ൻ്റെ സംഭവമാണ്. ഇതേപോലെ തന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. സോപ്പൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊക്കെ ഇട്ട് മെൽറ്റ് ചെയ്യാൻ ഡയറക്റ്റ്. അതുപോലെ ഇതൊക്കെ ഇട്ട് ഒഴിക്കാനൊക്കെ സുഖമാണ്, ഇങ്ങനെ സൈഡോടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതുപോലെ ഇത് ചെറുത്, ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജ്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ അതൊക്കെ മെഷർമെൻറ്റ് ചെയ്ത് ഇതിൽ എടുക്കാൻ പറ്റും. അതിനുവേണ്ടി വേറെ പാത്രങ്ങളോ കാര്യങ്ങളൊന്നും എടുക്കണ്ട. അങ്ങനത്തെ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ജ്യൂസായാലും എന്തിട്ടായാലും നമുക്ക് എടുക്കണമെങ്കിൽ തന്നെ ഇത് 100 മില്ലിയാണ് കേട്ടോ. 100 മില്ലിയുടെ ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഇത് 3 നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ, നമ്മൾ സെറ്റ് ചെയ്ത് തരാം. ഉണ്ടാകുന്ന സാധനങ്ങൾ പരമാവധി ഇതൊക്കെ സുഖമാണ്. ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് മെഷർമെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കാര്യങ്ങൾ, വെള്ളം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച്, അത് കാണാൻ പറ്റില്ല, കട്ടയൊക്കെ എടുക്കണേ, എങ്ങനെ നോക്കുമ്പോൾ തടയും. അപ്പോൾ അത് നോക്കാം, നന്നായി മെൽറ്റായതിന് ശേഷം മാത്രം നമ്മുടെ ബേസ് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് അടിയിൽ വല്ല കട്ടയിൽ കിടക്കണ്ടാവും, അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉണ്ടാ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഇളക്കി ഇങ്ങനെ നോക്കാം ഇങ്ങനെ. അപ്പോൾ നമുക്കറിയാം നല്ല കട്ട എങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ മിക്സായി വന്നിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമ്മുടെ ചൂടുവെള്ളത്തിൽ മാത്രമേ ഇരുന്നിട്ടുള്ള പരിപാടികളാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ 1/2 കിലോൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോഫിയുടെ എക്സ്ട്രാക്റ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 കിലോ ഇതിലേക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, 1 കിലോയിലേക്ക് ഏകദേശം ഒരു 50 മില്ലിയൊക്കെ നമ്മൾ ചേർക്കാറുള്ളത്. ഇതിപ്പോൾ ഷിയ ബട്ടറിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോഫിയുടെ എക്സ്ട്രാക്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കോഫിയുടെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് എക്സ്ട്രാക്റ്റ് ഞാനിതിൽ ചേർത്ത് കൊടുക്കണ്ട, കോഫിയുടെ എക്സ്ട്രാക്റ്റ് വേണ്ടത്. കോഫിയുടെ എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊന്നുമില്ല, മിക്സ് ചെയ്യാൻ നന്നായി. കോഫിയുടെ പൗഡർ ആണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. നമ്മളിൽ ഭയങ്കര നൈസായിട്ടുള്ള പൊടിയോ കുറച്ച് തരിയായിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ മുകളിലോട് ഇട്ടിട്ട് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി. ഒരു ഗ്ലാമറായിരിക്കും, നല്ലൊരു രസമായിരിക്കും കാണാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ.
അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് കളറ് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ബ്രൗൺ കളർ സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോഫിയിൽ ഒരു ടെക്സ്ചർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കളറ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ നിന്ന് മാറ്റി കേട്ടാ. നമ്മുടെ കളർ ഏകദേശം ഈ രൂപത്തിലേക്ക് ആക്കിയില്ല. ഞാൻ വൈറ്റ് കളർ ഒന്ന് കളഞ്ഞിട്ടാ, ചെറിയൊരു ബ്രൗണിഷ് കളർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ അതങ്ങോട്ട് തോന്നുന്നില്ല, തോന്നണം അല്ലേ വീഡിയോയില്. ചെറിയ നല്ല കോഫിയുടെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല കോഫിയുടെ സ്മെല്ല് നമ്മൾ ഒഴിക്കണി. ഓക്കെ, അപ്പം ഞാനിതൊരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 10 മില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മില്ലി കോഫി ആവുമ്പോൾ 1.5 മണം കേട്ടോ. നല്ല നല്ല സ്മെല്ല് കോഫിയുടെ. ബാത്റൂമിൽ ചായ ഉണ്ടാക്കി വെച്ചാൽ നല്ല സ്മെല്ലാ കോഫിയുടെ. നല്ല സ്മെല്ല് ചേർത്തിട്ട് നമ്മൾ അടിപൊളി സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാട്ടോ. നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം കോഫിയുടെ. ആഹാ, നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഒഴിക്കുക കേട്ടോ. ഏത് പെർഫ്യൂം ചേർത്ത് കൊടുക്കുക, ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക പെർഫ്യൂം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോളുടെ കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നോക്കി ശ്രദ്ധിച്ചൊക്കെ ഒഴിക്കുക എല്ലാവരും. അടിപൊളിയായിട്ട് ആവേശം കാണിക്കണ്ട. ഇടയ്ക്ക് ഒരു കുത്ത് ഗ്ലാമറിനാണ്. ഇടയ്ക്ക് ഇങ്ങനെ ആയി പോണതാ. പക്ഷെ കറക്റ്റ് അപ്പുറത്ത് ഇപ്പുറത്ത് ഒരുപോലെ വന്ന കാര്യം വെച്ചാൽ ഇപ്പൊ ഗ്ലാമറൊക്കെ പോയില്ലേ. കുറച്ചില് ബാലൻസ് വന്നതാണ് കേട്ടോ. ഇതിലൊഴിച്ച് വയ്ക്കാം നല്ലത്. വേറെ ബാക്കി വരുമ്പോ അത് ഒഴിക്കാലോ. കാത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടോ. അപ്പൊ ഇതിന് മുകളിലൂടെ ഞാൻ കുറച്ച് കോഫിയുടെ പൗഡർ ഇതാക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ സംഭവം അടിപൊളിയായി. കാണാനായിട്ട് നല്ല രസമായി. കോഫിയുടെ ഗ്രൈൻസ് ഇട്ട് നന്നായി ഒരു അടിപൊളി സംഭവമായില്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. നല്ല അടിപൊളി സംഭവമാണ് കോഫി സോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നും പറഞ്ഞ പോലെ തന്നെ ഒരു 3 മണിക്കൂർ സംഭവം സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ എന്താ സംഭവം, നമ്മുടെ സോപ്പൊക്കെ സെറ്റായി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. പക്ഷെ 3 മണിക്കൂറൊന്നുമല്ല, ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞ് കാലത്ത്. അപ്പോൾ എപ്പോഴാണ് റിമൂവ് ചെയ്യാൻ പോണത്. സംഭവം എല്ലാം സെറ്റായിട്ട് ഇത് കോഫി പൗഡർ ഇട്ടായിട്ടില്ല. ഇതൊന്നും ഇടണമെന്നില്ല, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ഇട്ടുന്നുള്ളൂ. ഇതിപ്പോൾ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇട്ടുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ കവർ ചെയ്യുമ്പോൾ ഇത് കാണണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്മെല്ലൊക്കെ ഇട്ടുള്ളൂ ഒന്നുകൂടി നല്ല കോഫിയിലെ സ്മെല്ല്. ഓൾറെഡി നമ്മൾ കോഫിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളി സംഭവമാണ്. സൂപ്പർ സ്മെല്ലാണ് കോഫിയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലാണ് കോഫിയുടെ സ്മെല്ല് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ടായില്ല കാണാൻ. നല്ല അടിപൊളി ക്രീമി പോലെ ക്രീമി സോപ്പ് കോഫിയുടെ പൗഡറാണ് ഉണ്ടല്ലേ. സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കി, നല്ല കോഫിയുടെ അടിപൊളി സോപ്പ്. കോഫിയുടെ പൗഡറാണ് കേട്ടോ അത് സൈഡിലൊക്കെ ആയിട്ടുള്ളത് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ഷിയ ബട്ടർ വെച്ചിട്ട് നല്ല കോഫിയുടെ സോപ്പ് ഉണ്ടാ.
ഷിയ ബട്ടർ വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ കോഫിയിൽ? ഉണ്ടാക്കി നോക്കിയതോ, ട്രൈ ചെയ്തോ, സംഭവം അടിപൊളിയാണ്. നമ്മൾ ബാക്കി വന്ന ഇത് വെച്ചിട്ടുണ്ട ഇത് കാത്തുമോള് അവൾക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അവൾക്ക് വേറെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ റെഡ് അടിപൊളി സംഭവം. സീറോ എന്നൊക്കെ പറഞ്ഞ നടക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളി സോപ്പ് നമുക്ക് സെറ്റായി കിട്ടുന്ന ഷിയ ബട്ടറിൻ്റെ കോഫി സോപ്പ്. ക്രീമിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. എന്താ പറയുക, സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ. പിന്നെന്താ പറയാൻ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളിയായിട്ട് വീഡിയോ ഇനിയും വരും സോപ്പിൻ്റെ തന്നെ. അതുപോലെ നമ്മുടെ കയ്യിൽ അലോവേരയുടെ ജെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോ, നമ്പർ കൊടുക്കാം. പിന്നെന്താ പറയുള്ളത്, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. സോപ്പ് മോൾഡ് ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷിയ ബട്ടറിൻ്റെ കോഫി ഫ്രാഗ്രൻസും എക്സ്ട്രാക്റ്റും വെച്ച് ചെയ്തിട്ടുള്ള ഷിയ ബട്ടറിൻ്റെ സോപ്പ് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല സ്മെല്ലാണ് കോഫിയിൽ, നല്ല അടിപൊളി സ്മെല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടാ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതൊരു നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ബൈ.